പ്രൈസ് ദി ലോർഡ്. 8ാമത്തെ സെക്ഷനാണ്. ഇന്നും നാം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്ററേയും വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. എന്തോട്ട് ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ? പാസ്റ്ററെ, ബാംഗ്ലൂരിൽ എല്ലാം സന്തോഷമായിട്ട് പോകുന്നു. ഡിസംബർ ലാസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തിരക്കല്ലേ? ഇച്ചിരി തിരക്കാം പാസ്റ്ററെ, വെക്കേഷനും കൂടെ അല്ലേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് വന്ന ശേഷം ഒരു വീഡിയോ ചെയ്തിരുന്നു ബാംഗ്ലൂരിലെ ചർച്ച് സ്ട്രീറ്റിന്റെ ഒക്കെ കാര്യം. പാസ്റ്റർ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു പാസ്റ്റർ. ഞാൻ പാസ്റ്ററോട് അത് പേഴ്സണലി സംസാരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം പാസ്റ്റർ യൂത്തിൻ്റെ ഇടയിൽ മിനിസ്ട്രി ചെയ്യുന്നത് കൊണ്ട് പേഴ്സണലി സംസാരിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാസ്റ്റർ അത്. അനേക യൗവനക്കാരുണ്ട് പാസ്റ്റർ, അനേക യൗവന. ഞാൻ മനസ്സിലാക്കിയത് പാസ്റ്ററെ, അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണമല്ലേ? അതെ അതെ അതെ. പിന്നെ പാസ്റ്റർ QR കോഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പാസ്റ്ററുടെ മെറ്റീരിയൽസ് കണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു പാസ്റ്ററെ. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് ഒരു QR കോഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയാണ് QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എന്ത്, ആ വ്യക്തിയുടെ സ്റ്റോറി മുഴുവൻ, ഹിസ്റ്ററി മുഴുവൻ പിന്നെ QR കോഡിൽ കൂടി ഇങ്ങനെ കിട്ടുക അല്ലേ? QR കോഡിന്റെ ഒരു കാലഘട്ടം പോലെ എല്ലാം ഷോർട്ട് ആകെ. അതെ, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു മാസ്റ്ററെ. കാരണം ഞാൻ ആ ഒരു പാഠഭേദം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് പാസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ മെസ്സേജ് കൊടുത്തപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞു. അതായത് പാസ്റ്റർ മിനിസ്ട്രിയിൽ പാസ്റ്റർ എങ്ങനെ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കുന്നത്, അത് ഒത്തിരി പേർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. കാലഘട്ടം മാറുന്നതനുസരിച്ചല്ലേ നമുക്ക് നല്ലതെന്ത് സ്വീകരിക്കാം. നമ്മുടെ അടുത്ത യൗവനക്കാരെ റീച്ച് ചെയ്യണമെങ്കിൽ നമ്മളും കൂടെ അവരുടെ ഒരു ലെവലിലോട്ട് ഇറങ്ങിച്ചെന്ന് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് അവരുടെ ഹൃദയത്തെ തൊടാൻ പറ്റത്തുള്ളൂ പാസ്റ്ററെ. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാസ്റ്ററെ. കാരണം ദൈവം അതിന് നമുക്ക് പുതിയ റെവലേഷൻസ് തരണം, പുതിയ മെത്തേഡ്സ് തരണം. വിഷയം വിട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ പ്രേക്ഷകരങ്ങനെ ചിന്തിക്കേണ്ട. എന്താണെങ്കിലും റോയ് പാസ്റ്ററൊക്കെ ചെയ്യുന്ന മിനിസ്ട്രി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മുംബൈയിലും ബാംഗ്ലൂരിലും ചെറുപ്പക്കാരുള്ള എല്ലാ പട്ടണങ്ങളിലും നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. നമുക്ക് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് മടങ്ങി വരാം അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്? ഞാൻ ടൈറ്റിൽ കൊടുത്തത് ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കാമെന്നുള്ള രീതിയിലാണ്. നിശബ്ദകാലം എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലഘട്ടം ചിന്തിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ്. എനിക്കൊന്ന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പാസ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്നത് ഒന്നല്ലേ? ശരി. അപ്പോൾ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ്, ഈ വാക്ക് നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പക്ഷേ പുതിയൊരു വാക്കായിരിക്കും. നിശബ്ദകാലമെന്നും ഇതിനെ വിളിക്കാറുണ്ട്. അതായത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ് മലാഖി. ന്യായപ്രമാണത്തിൻ്റെ യുഗത്തിൽ എഴുതിയ അവസാനത്തെ പുസ്തകം. മലാഖിക്ക് ശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ കാലഘട്ടം, മരുഭൂമിയിൽ ഒരു ദൈവശബ്ദം. ന്യായപ്രമാണത്തിലെ അവസാനത്തെ പ്രവാചകനാണ് യോഹന്നാൻ. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെ ആദ്യ ദൈവശബ്ദമാണ് പ്രവാചകൻ യോഹന്നാൻ. അപ്പോൾ രണ്ട് രീതിയിൽ യോഹന്നാൻ പ്രത്യേകതയുള്ളവനാണ്. പഴയ നിയമത്തിലെ അവസാന പ്രവാചകൻ. കാരണം ന്യായപ്രമാണം യോഹന്നാൻ വരെ പ്രവചിച്ചു എന്ന് കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും യോഹന്നാനാണ് പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകൻ. അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രവാചകൻ എന്ന നിലയിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവാചകൻ. അപ്പോൾ ഈ മലാഖി മുതൽ പുതിയ നിയമം വരെയുള്ള ഒരു 400 വർഷമുണ്ട്. ഈ 400 വർഷം ആ സമയത്തിന് പറയുന്ന പേരാണ് ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ് അല്ലെങ്കിൽ നിശബ്ദകാലം. 2 ടെസ്റ്റ്മെൻറ്റ്സിന്, ഉടമ്പടികൾക്ക് ഇടയിലുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള ഇസ്രായേലിൻ്റെ കുറേ ചരിത്രങ്ങളാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ സബ്ജക്റ്റിൽ പാസ്റ്റർക്ക് വലുപ്പം ഇൻട്രസ്റ്റ് കാണും. കാരണം 400 എന്നുള്ളതൊരു പ്രത്യേക സംഖ്യ അല്ലേ പാസ്റ്ററെ? 400 ഇത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നൊരു
ഒരു കാര്യമാണ്. ഞാനത് നോട്ട് പാസ് പറയുമ്പോൾ ഞാനൊന്ന് നോട്ട് ചെയ്യുക, ഒന്ന് പറയാം. ഞാനും പെട്ടെന്ന് ചിലപ്പോൾ മറന്നു. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്താൽ കണ്ടിന്യൂ ചെയ്യാം. 400 വർഷം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകതകളാണ്. റോയ് പാസ്റ്റർ അത് കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ അതുകൊണ്ട് പോകുന്നു. ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിശബ്ദകാലമെന്ന് ഈ കാലത്തെ വിളിക്കാനുള്ള ഒരു കാരണം, ആ കാലഘട്ടത്തിൽ മറ്റ് പ്രഖ്യാപിത പ്രവാചകന്മാരോ ദൈവനിശ്വാസീയമായ പുസ്തകങ്ങളോ എഴുതപ്പെടാത്തൊരു കാലഘട്ടമാണ്. മലാഖി ആണ് ആ കാലഘട്ടത്തിൽ അവസാന ദൈവനിശ്വാസിയുമാകുന്ന പുസ്തകം. പിന്നെ പുതിയ നിയമത്തിൽ യോഹന്നാൻ. ദൈവനിശ്വാസിയുമായ പുസ്തകം എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളെയാണ് നമ്മൾ ഈ ഡ്യൂട്രോ കാനോനിക്കൽ എന്നൊക്കെ വിളിക്കുന്ന പുസ്തകങ്ങൾ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആ ഒരു 400 വർഷത്തിൽ എഴുതിയ പുസ്തകങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിന് യഹൂദന്മാരുടെ കാനോനിലൊന്നും അംഗീകാരം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ സഭയും അതിനെ കാനോനിക്കായിട്ടൊന്നും സ്വീകരിച്ചില്ല. അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ, ഈ ഡ്യൂട്രോ കാനോനിക്കൽ എന്ന് പറയുന്ന കുറേ പുസ്തകങ്ങൾ ഈ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിലുണ്ട്. ഈ ഹാനോക്കിൻ്റെ പുസ്തകമൊക്കെ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്, ഹാനോക്കിൻ്റെ പുസ്തകം. അതുകൊണ്ട് തന്നെയാണ് അതിനകത്തുനിന്ന് നമ്മൾ വചനങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ വാക്കുകൾ എടുത്തിട്ട് ഡോക്ട്രിൻ ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത്. ഒരു പ്രത്യേക കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലുണ്ടായ ചരിത്രങ്ങളാണ് പിന്നീട് ഈ കാത്തലിക് ചർച്ച് അംഗീകരിച്ചിരിക്കുന്ന ആ ബൈബിളിൽ ആഡ് ചെയ്തിട്ടുള്ള മക്കാബിയറുടെ ചരിത്രവും, 1 മക്കാബിയർ 2 മക്കാബിയർ എന്നൊക്കെ പറഞ്ഞ ചരിത്രം, യൂതിത്തിൻ്റെ ഒരു പുസ്തകം, ഇങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഈ ഡ്യൂട്രോ കാനോനിക്കൽ അല്ലെങ്കിൽ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിൽ എഴുതിയ ചരിത്രങ്ങളാണ്. ഞാൻ POC ബൈബിളിൻ്റെ പണ്ടത്തെ ഒരു ആമുഖം വായിച്ചത് ഓർക്കുന്നു. ആ ആമുഖത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിൽ എഴുതിയ ഈ പുസ്തകങ്ങൾ യഹൂദ കാനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യഹൂദന്മാരുടെ കാനോനിൻ്റെ അകത്ത് കാനോനിക്ക എന്ന് പറയുന്ന ആ ബൈബിളിൽ അത് അവരുൾപ്പെടുത്തിയിട്ടില്ല. അതേ ഒരു തീരുമാനം അല്ലെങ്കിൽ അതേ ഒരു പാതയാണ് പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിറ്റി പിന്തുടരുന്നത്. പെന്റിക്കോസ്റ്റൽ കാനോനിൻ്റെ അകത്തും യഹൂദന്മാരെന്ത് അംഗീകരിച്ചോ അത് മാത്രം അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കാത്തലിക് ചർച്ചിൻ്റെ ആ ഒരു POC ബൈബിളിൻ്റെ പഴയൊരു ബൈബിളിൽ ഞാൻ ആമുഖത്തിൽ വായിച്ചതാണ്. എന്നാൽ കാത്തലിക് ചർച്ച് എടുത്ത നിലപാട്, ഡ്യൂട്രോ കാനോനിക്കൽ ചില പുസ്തകങ്ങളെ അവർ അതിന് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാൻ അതിൽ നിന്ന് കഴിയുമെന്നുള്ള കാരണം കൊണ്ട് വേദപുസ്തകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന ഒരു സ്റ്റാൻഡ്, ഒരു നിലപാടാണ് അവരെടുത്തത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചരിത്രവും മറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി മനസ്സിലാക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതുകൂടെ അങ്ങ് ആഡ് ചെയ്യുന്നു. ദൈവനിശ്വാസ്യമായതുകൊണ്ടല്ല, കാനോനികമായതുകൊണ്ടല്ല, അങ്ങനെ ആഡ് ചെയ്തു കുറേ ഭാഗങ്ങൾ ഈ പറഞ്ഞ കാത്തലിക് ബൈബിളിൻ്റെ കാനോൻ്റെ ഭാഗമായിട്ട് മാറുവാനിടയായി തീർന്നു. പക്ഷെ പ്രശ്നം, നമ്മൾ ഈ പുസ്തകങ്ങൾ ദൈവനിശ്വാസ്യമല്ല, ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡിൽ എഴുതിയതാണ്. യഹൂദ പണ്ഡിതന്മാർ അതിനെ കാനോനിക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള പുസ്തകങ്ങൾ കാനോനികമല്ല എങ്കിൽ പോലും അതിനകത്തുനിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന ഒറ്റ കാരണത്താൽ വേദപുസ്തകത്തിൻ്റെ അകത്ത് വെച്ചപ്പോൾ ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് കാനോനികമല്ല, അല്ല എങ്കിൽ യഹൂദന്മാർ ഇതിനെ കാനോനിക്കായിട്ട് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ അകത്ത് വെച്ചപ്പോൾ പാവം പിടിച്ച സാധാരണ വിശ്വാസികൾ എന്ത് ചിന്തിക്കും? ഇത് വേദപുസ്തകത്തിൻ്റെ ഭാഗമാണ്, അവർക്കറിയത്തില്ലല്ലോ ഈ ഭാഗം കാനോനിക്, ഈ ഭാഗം കാനോനിക് അല്ല എന്നറിയില്ലല്ലോ. നമ്മുടെ വിഷയമല്ല. എങ്കിലും ഈ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ് പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞാൽ പറ്റത്തുള്ളൂ. കാരണം ദൈവശബ്ദം ഇല്ലായിരുന്നു, പ്രവാചകന്മാരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് എഴുതിയ പുസ്തകങ്ങൾക്ക് ദൈവനിശ്വാസ്യത എന്ന അംഗീകാരമില്ലായിരുന്നു എന്ന സബ്ജക്റ്റ് പറയുമ്പോൾ ഈ കാര്യം ഒന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നത്. എന്തായാലും ഈ പറഞ്ഞ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരീഡ്, നിശബ്ദകാലം എന്ന് പറയുമ്പോൾ പ്രവാചക ശബ്ദമില്ലാത്ത, ദൈവം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് സംസാരിക്കാത്ത ഒരു കാലഘട്ടമെന്നാണ് അർത്ഥം.
ആ കാലഘട്ടത്തിലുണ്ടായ ചരിത്രങ്ങൾക്ക് പിന്നീടുള്ള പുതിയ നിയമസഭയുടെ ചരിത്രത്തിൽ പോലും വലിയ സ്വാധീനമുണ്ട്. ഈ 400 വർഷങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായ ഡെവലപ്മെൻറ്റുകൾ. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയണം. യഹൂദന്മാരെ സാധാരണ യഹൂദന്മാരെന്ന പേര് തന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ജൂസ് എന്ന് പറയും. യഹൂദന്മാർ, JEWS, ജൂസ്. എങ്ങനെയാണ് ഇവർക്ക് ഈ ജൂസ് എന്നുള്ള പേര് വന്നത്, അല്ലെങ്കിൽ യഹൂദന്മാരെന്ന് എന്തുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പണ്ടങ്ങനല്ലായിരുന്നല്ലോ. പണ്ട് ഇവരെ വിളിച്ചിരുന്നത് ഇസ്രായേൽ എന്നൊക്കെയുള്ള പേരാണെങ്കിൽ ആ പേരിൽ നിന്ന് ഇന്ന് ഇസ്രായേൽ എന്ന് വിളിക്കുന്നതിൽ കൂടുതൽ നമ്മൾ ഈ ജാതിയെ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പേര് യഹൂദന്മാർ, ജൂസ് എന്ന പേരാണ്. അത് യേശുവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ആ പേര് പ്രാബല്യത്തിൽ വന്നിരുന്നു. ഇങ്ങനെ സംഭവിക്കാനുള്ള ഒരു പ്രധാന കാരണം നമുക്കറിയാം. ഈ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രം ഒത്തിരി മാറി. നോർത്തേൺ കിങ്ഡം ഏകദേശം അവരുടെ ആസ്തിത്വം ഇല്ലാതായിപ്പോയി. അസീറിയൻ പിടിച്ചടക്കലിന് ശേഷം ട്രൈബ്സ് എല്ലാം ചിതറിപ്പോയി. ആ ദേശത്ത് ഒരു പുതിയ ജനവിഭാഗം ഉണ്ടാകുകയാണ്, ശമരിയാക്കാർ. ശമരിയ സത്യത്തിൽ ഇസ്രായേലിൻ്റെ ക്യാപിറ്റലായിരുന്നു. ഇസ്രായേലിൻ്റെ ക്യാപിറ്റലാകുന്ന ശമരിയ, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഡിവൈഡഡ് നേഷ്യനാണ്. നോർത്തേൺ കിങ്ഡവും സദേൺ കിങ്ഡം എന്ന പേരിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട രാജ്യം. അതിനകത്തെ വടക്കേ രാജ്യത്തെ ഇസ്രായേലെന്നും തെക്കേ രാജ്യത്തെ ജുഡയ അല്ലെങ്കിൽ യഹൂദ്യ എന്നുമാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ 10 ഗോത്രങ്ങളുള്ള, ഭൂരിപക്ഷ ഗോത്രങ്ങളുള്ള വടക്കൻ രാജ്യം ചിതറിപ്പോയി, നാമാവശേഷമായി. പിന്നെ ശമരിയയിൽ വന്ന് പാർത്തവരൊക്കെ സമ്മിശ്രമാകുന്ന ഒരു ജാതിയായിട്ട് മാറി. കാരണം അസീറിയൻസുമായിട്ടുള്ള യഹൂദന്മാരുടെ വിവാഹം അങ്ങനെയെല്ലാം വന്നപ്പോൾ പിന്നീട് ഈ ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ, എസ്രയും നെഹമ്യാവും ഒക്കെ, ആ പുസ്തകങ്ങൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വിവാഹത്തിലൂടെ ഇടകലർന്ന ആളുകളെ ഒരിക്കലും ഈ എസ്രയ്ക്കും നെഹമ്യാവിനും അവരോട് കൂടെ വന്ന റിവൈവലിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ മതത്തിൽ ഒരു നവീകരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവർക്ക്, പഴയ പാപങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്ന അവർക്കിവരെ ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവർക്കറിയാം അവരുടെ പാപങ്ങളുടെ ഫലമായിട്ട്, അപ്പന്മാരുടെ പാപങ്ങളുടെ ഫലമായിട്ടാണ് ഈ പ്രവാസമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ഈ എസ്രയുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ നോക്കിയാൽ അവർ വളരെ സ്ട്രിക്റ്റാണ്. അവർ പറയുന്നു ഇനി അങ്ങനെയുള്ള പരാജയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജനത്തെ ഇടയ്ക്ക് വിളിച്ചു കൂട്ടിയിട്ട് ജനത്തെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നു, അവരൊന്നിച്ച് കരയുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് ആ 2 പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായ വലിയൊരു റിവൈവൽ എന്ന് നമുക്ക് പറയാം. ഒരു നവീകരണം എന്നതിനേക്കാൾ അധികമായിട്ട്, റിഫോർമേഷൻ എന്നതിനേക്കാൾ അധികമായിട്ട് ഉണർവെന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ആ ഉണർവിൻ്റെ പ്രൊഡക്റ്റാണ് ഈ പറഞ്ഞ പരീശന്മാരെന്ന് പറയുന്നത്. കാരണം പരീശന്മാരെന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ തന്നെ കാരണം, പണ്ട് അപ്പന്മാർ തെറ്റ് ചെയ്തതുകൊണ്ട്, ന്യായപ്രമാണം ലംഘിച്ചതുകൊണ്ട് പ്രവാസത്തിൽ പോയെങ്കിൽ ഇനിയും നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും തെറ്റ് വരല്ലെന്ന് ഞങ്ങൾ സ്ട്രിക്റ്റ് ആകുകയാണ്. ഏറ്റവും ചെറിയ ഉപദേശം പോലും പരീക്ഷ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയുക, തെറ്റ് പറ്റരുത് കേട്ടോ, ഇനിയും നമുക്ക് അബദ്ധം പറ്റില്ല, നമ്മുടെ മക്കൾ പ്രവാസത്തിൽ പോകല്ലേ. അത്ര സ്ട്രിക്റ്റായി. അതൊരു ഉണർവാണ്, ഒരു ഉണർവിൻ്റെ പ്രോഡക്റ്റാണ് ഈ പരീശന്മാർ. ഒരു ഉണർവിൻ്റെ അനുഭവമാണ് ഈ പറഞ്ഞ നെഹമ്യാവും എസ്രയും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ നോർത്തേൺ കിങ്ഡത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന യഹൂദന്മാർ, അവർ ഈ അസീറിയക്കാരും മറ്റുമായിട്ട്, അസീറിയക്കാർ മാത്രമല്ല അസീറിയക്കാരുടെ കൂടെ ഉണ്ടായിരുന്ന പല രാജ്യങ്ങളിലെ ആളുകളുമായിട്ടൊക്കെ സമ്മിശ്രമായി പോയതുകൊണ്ട് ഈ പറഞ്ഞ യഹൂദ്യ രാജ്യത്തെ ആളുകൾ ഇവരെ അകറ്റി നിർത്തി. അവരുമായിട്ട് സംസർഗം പാടില്ല എന്ന് വന്നു. അത് ഭയങ്കര ഒരു വൈരാഗ്യത്തിനും ഒരു പിണക്കിനുമൊക്കെ കാരണമായിട്ട് തീർന്നു. ശമരിയക്കാർ യഹൂദന്മാരോട് ഭയങ്കര പിണക്ക്, കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നില്ല. യഹൂദന്മാർക്ക് ശമരിയക്കാരോട് ഭയങ്കര പിണക്ക്, കാരണം ഇവർ സമ്മിശ്ര ജാതിയായിപ്പോയി. ഇവരുടെ ആ ഒരു ജൂയിഷ് എന്താ പറയുന്നത്, സംശുദ്ധി, യഹൂദ രക്തത്തിൻ്റെ സംശുദ്ധി ഇല്ലാതാക്കി കളഞ്ഞു എന്ന ഒരു പരാതി. അങ്ങനെ വന്നപ്പോൾ ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ വലിയ റിഫ്റ്റാണ്, വലിയ അകൽച്ചയാണ്. യഹൂദന്മാർ ശമരിയക്കാരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും
വാങ്ങിച്ചു കുടിക്കത്തില്ല. ശബരിയക്കാരത്തി സ്ത്രീയുടെ ആ ഒരു സംഭവത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ആ സ്ത്രീക്ക് അത്ഭുതം തോന്നുകയാണ് യഹൂദനായ യേശു വെള്ളം ചോദിക്കുമ്പോൾ. അത്ര വലിയ ജാതീയ വൈരാഗ്യം ഇവർ തമ്മിലുള്ള ഒരു സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നോർത്തേൺ കിങ്ഡത്തിൻ്റെ അസ്തിത്വം എല്ലാം ഇല്ലാതായി തീർന്നിട്ട് പിന്നെ ബാക്കി വരുന്നത് ഈ ജുഡയ എന്ന് പറഞ്ഞ രാജ്യത്തിലേക്ക് മടങ്ങി വന്ന ആളുകളാണ്. സത്യത്തിൽ ജൂസ് എന്ന പേരുണ്ടായത് യഹൂദ്യ എന്ന പേരിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. യഹൂദ്യ എന്ന് പറയുമ്പോൾ യാക്കോബിൻ്റെ മകൻ, 4ാമത്തെ മകൻ യഹൂദ എന്ന് പറയുന്ന മകൻ്റെ ഒറ്റ ഒരു വ്യക്തിയുടെ പേരിൽ നിന്നാണ് ഈ ജൂസ് എന്ന പേരുണ്ടായിരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ വിളിക്കുന്നത് യഹൂദ എന്ന പേരിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ജൂ അല്ലെങ്കിൽ യഹൂദൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെനിക്ക് രസകരമായിട്ട് തോന്നി. കാരണം ഒറ്റ ഗോത്രം, യഹൂദ്യ എന്ന് പറയുന്ന ഒറ്റ ഗോത്രം, യഹൂദ എന്ന് പറയുന്ന ഒറ്റ ഗോത്രം മറ്റെല്ലാ ഗോത്രത്തിൻ്റെയും പേരിന് കാരണക്കാരായി തീർന്നെന്ന് പറയുമ്പോൾ അതെന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി. ഇൻ്റർ ടെസ്റ്റ്മെൻ്റ് പീരീഡിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട കുറേ ചലനങ്ങളുണ്ട്. പാസ്റ്ററെ, ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പാസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പേരിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കിത് രസകരമായിട്ട് തോന്നി പാസ്റ്ററെ. കാരണം എന്താണെന്നറിയാം, സത്യത്തിൽ ഇതൊരു ഒരു ഗോത്രത്തിൻ്റെ പേരാണ്. ഇന്ന് ആ ഗോത്രത്തെ മാത്രമല്ല ആ പേര് വിളിക്കുന്നത്, ആ ഗോത്രത്തിൻ്റെ പേര് ആ ജനതയുടെ മുഴുവൻ പേരായി മാറി. വേറൊരു കാര്യം കൂടെ പാസ്റ്റർ പറയുന്നതിനോട് ആഡ് ചെയ്യുവാണെങ്കിൽ, പാസ്റ്ററെ, ഈ യഹൂദയായിരുന്നു യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും പാളയം പുറപ്പെടുമ്പോഴും ഏറ്റവും മുമ്പിൽ പോകേണ്ടത്. ഈ യഹൂദയുടെ പാളയത്തിന് പോലും കിഴക്കേ പാളയമായിരുന്നു യഹൂദയുടെ പാളയം. യഹൂദയ്ക്ക് 3 പേരുണ്ടായിരുന്നു അവരുടെ പുറകിൽ. പക്ഷെ ആ പാളയത്തെ വിളിച്ചിരുന്നത് പോലും യഹൂദയുടെ പാളയമാണ്. ആ ഒരു കിഴക്കേ പാളയത്തെ മാത്രം. ഓരോ ഗോത്രത്തിന് പേരുണ്ടായിരുന്നു. പക്ഷെ ഇവര് പുറപ്പെടുമ്പോൾ ദൈവം പറഞ്ഞു യഹൂദ പുറപ്പെടട്ടെ. ഒരു പക്ഷേ ഈ യഹൂദയുടെ പുറകിൽ അണിനിരുന്നത് കൊണ്ടുകൂടെ ആയിരിക്കും. പാസ്റ്റർ പറഞ്ഞ കാര്യം ശരിയാണ്. ഒരു പാളയത്തിന് മുഴുവൻ യഹൂദിയുടെ പാളയം എന്നറിയപ്പെട്ടത്. പക്ഷെ പിൽക്കാലത്ത് ഇവർ പ്രൊമിനൻ്റായി മാറി എന്നുള്ളത്. അതിനകത്ത് ഞാൻ എന്താ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതെന്നറിയാം പാസ്റ്ററെ. ഒരു ഭാഗത്ത് യഹൂദ എന്ന് പറയുന്നൊരു രാഷ്ട്രം, മറുഭാഗത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകത, അവരെന്നും ദൈവത്തിൽ നിന്ന് ദൂരെ ഓടിപ്പോയി. യഹൂദ രാഷ്ട്രത്തിലെ രാജാക്കന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ദൈവത്തിൽ ദൂരെ പോയാലും അടുത്ത തലമുറയിൽ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വരുമായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ നടക്കാൻ ആരെങ്കിലും എഴുന്നേറ്റ് വരുമായിരുന്നു. അപ്പം ഈ ദൈവത്തെ പിന്തുടരുന്നവനും പിന്തുടരാത്തവനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് ഞാൻ പറയാൻ വരുന്നത്. പലപ്പോഴും വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പാസ്റ്ററെ, ഈ ദൈവത്തെ ഉപേക്ഷിക്കുന്നവൻ്റെ പേരിനെ മായ്ച്ചു കളയുന്നു. എന്നാൽ ദൈവത്തെ പിന്തുടരുന്നവൻ്റെ പേര് ഇന്നും നാളെയും എന്നും ഉയർന്നു വരുമെന്നും അവൻ ഭൂമിയുടെ അവകാശിയാകുമെന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായം സങ്കീർത്തനം 37 പാസ്റ്റർ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിനകത്ത് പറയുന്നത് ഭൂമിയുടെ അവകാശിയാക്കി മാറ്റും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ യഹൂദ എന്ന പേരുകാരൻ, അവൻ്റെ പേരെങ്ങനെ പ്രൊമിനൻ്റായി മാറിയെന്ന പറഞ്ഞു വരുന്നത്. ഈ ഇൻ്റർ ടെസ്റ്റ്മെൻ്റൽ പീരീഡിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. ഒന്ന്, യഹൂദന്മാരുടെ ഇടയിൽ തന്നെ പല ഉപവിഭാഗങ്ങളുണ്ടായി. പരീശന്മാർ, സദൂക്യര്, പിന്നെ എസീൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. അത് അല്പം തീവ്രമാകുന്ന ആത്മീയാശയങ്ങളുള്ളവരായിരുന്നു എസീൻസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്. യോഹന്നാൻ സ്നാപകനൊക്കെ ഒരു എസീൻ സന്യാസിയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് യോഹന്നാൻ സ്നാപകനെ മരുഭൂമിയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ പല ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ്സും കിട്ടിയിട്ടുള്ളതൊക്കെ ഈ എസീൻ സന്യാസിമാർ സൂക്ഷിച്ചിരുന്ന മാനുസ്ക്രിപ്റ്റ്സ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ ചാവുകടൽ ചുരുളുകളെക്കുറിച്ചൊക്കെയുള്ള ഒരു കണ്ടെത്തൽ എന്ന് പറഞ്ഞാൽ എസീൻസാണ് അത് സൂക്ഷിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എസീൻസിൻ്റെ ഒരു പ്രത്യേകത, അവർ ലിറ്ററലി ദൈവത്തിൻ്റെ വചനത്തിലുള്ള ഒരു മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരും ദൈവത്തിൻ്റെ വചനത്തെ പ്രിസർവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചവരൊക്കെയാണ് എസീൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ യേശുവിൻ്റെയൊക്കെ കാലമായപ്പോൾ എരിവുകാരെന്ന് പറഞ്ഞൊരു കൂട്ടം
ഉണ്ടായിരുന്നു, എരിവുകാരൻ. അതൊരു പൊളിറ്റിക്കൽ ഒരു വിങ് ആയിരുന്നു, ഒരു പൊളിറ്റിക്കൽ വിങ്. ഹേരോദ്യർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർടെസ്റ്റ്മെൻ്റൽ പീരീഡിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ പല ആശയ വൈരുദ്ധ്യങ്ങൾ, സദൂക്യരും പരീശന്മാരും ഡെഡ്ലി ഓപ്പോസിറ്റ് ആശയങ്ങളാണ്. പരീശന്മാർ കൂടുതൽ വചനമനുസരിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ സദൂക്യര് യഹൂദന്മാരുടെ ഇടയിലെ വേണമെങ്കിൽ പറയാം ഒരു തരം നിരീശ്വരവാദികൾ. കാരണം സദൂക്യരുടെ വിശ്വാസം അങ്ങനെ, മരണാനന്തര ജീവിതമില്ല, ദൂതന്മാരില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെന്തോ ലൈഫ്, മതത്തിൻ്റെ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ പോലും പൊട്ടിക്കുന്ന ഒരു അനുഭവമാണ് ഈ സദൂക്യ അനുഭവം എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബാബിലോണിൽ നിന്ന് പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നവർ പണിത ആ ഒരു ടെമ്പിൾ, ആ ടെമ്പിളിനെ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് മലിനമാക്കുന്ന, അശുദ്ധമാക്കുന്ന ഒരു അനുഭവം, അതിനെ പിന്നെയും തകർക്കുവാൻ ശ്രമിക്കുന്നൊരു അനുഭവം. പിന്നീട് ഹേരോദാവാണ് ആ ഒരു ടെമ്പിള് റിപ്പയർ ചെയ്തത്. അങ്ങനെ കുറേ ചരിത്രങ്ങൾ ഇൻ്റർടെസ്റ്റ്മെൻ്റൽ പീരീഡിലുണ്ട്. ഞാൻ ഇവിടെ നിർത്തുകയാണ്, കാരണം പാസ്റ്റർ വെയിറ്റ് ചെയ്യുകയാണല്ലോ, പാസ്റ്ററിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം. അപ്പം പാസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ ആ ചരിത്രത്തിലേക്ക് പിന്നെ ഞാൻ തിരിച്ചു വരാം. യെസ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമുക്ക് കർത്താവ് വീണ്ടും ഒരുമിച്ച് തന്നു. പ്രിയ ഫിന്നി പാസ്റ്ററിനോട്, ആസാദി ചാനലിനോട് ഒരിക്കൽ കൂടെ യേശു കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് കേൾക്കുന്നതിലും കമന്റുകളിൽ കൂടെ അറിയുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷം. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും നന്ദി. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്താട്ടെ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രിയ ഫിന്നി പാസ്റ്റർ, ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ മലാക്കിക്കും യോഹന്നാൻ സ്നാപകനും ഇടയിലുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച്, ഒരു 400 വർഷത്തെ കാലഘട്ടം, അതിനെ ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്നു, പ്രവചന ശബ്ദമില്ലാത്ത കാലഘട്ടം എന്ന് വിളിക്കുന്നു, ആത്മീക ഇരുട്ടിന്റെ, അതാണ് ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ രണ്ട് കാര്യങ്ങൾ കൂടെ പാസ്റ്റർ പറഞ്ഞതുമായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ദൈവവചനത്തിന് ഭയങ്കര പ്രസക്തിയാണ്. രണ്ട് പ്രൊഫസി അതിന്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകും. പാസ്റ്റർ പറഞ്ഞ ഇന്റർസെപ്റ്റൽ പീരീഡ് അല്ലെ, ഇരുണ്ട കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ ഇന്റർടെസ്റ്റ്മെന്റൽ, രണ്ട് ടെസ്റ്റ്മെന്റ്സിന്റെ ഇടയിൽ ഇന്റർടെസ്റ്റ്മെന്റൽ പീരീഡ്. യെസ് മാസ്റ്റർ. ആ രണ്ട് ടെസ്റ്റ്മെന്റൽ പീരീഡിന് ഇടയ്ക്കുള്ള ആ കാലഘട്ടം, 400 വർഷത്തെ രണ്ട് പ്രൊഫസി ഞാനൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പോവാം, ദൈവവചനത്തിൽ കൂടെ ഉള്ളത്. ഒന്ന്, നമുക്ക് നേരെ പുറപ്പാട് പുസ്തകത്തിൽ പോകണം. പുറപ്പാട് പുസ്തകത്തില് അവിടെ ഒരു ഫീസ്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പുറപ്പാട് 12 ഫീസ്റ്റുകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദൈവം അവിടെ സിംബോളിക്കായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്ന ഒരു കാര്യം എന്തുവാ? മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പോകുമ്പോൾ 10ാമത്തെ ബാധ വരുന്നതിന് മുമ്പേ ദൈവം പറഞ്ഞു, നിങ്ങളും ഞാനും കൂടെ ഒരു കവനന്റ് ചെയ്യണം. അത് കവനന്റ് ആയിരുന്നു, ഫീസ്റ്റ് ആയിരുന്നു. അതിന്റെ ഡീറ്റെയിൽ പഠിക്കുമ്പോൾ കാണാം. അവിടെ പറയുന്ന ഒരു ഫീസ്റ്റിന്റെ പ്രമാണം ഇതാണ്: നിങ്ങൾ ഈ മാസം എന്ന് വെച്ചാൽ ആബീബ് മാസം 10ാം തീയതി ഒരാടിനെ കയറ്റി വീട്ടിൽ കെട്ടണം. 14ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. 14ാം തീയതി സന്ധ്യാസമയത്ത്. 10ാം തീയതി കയറ്റി കെട്ടുന്ന ആടിന്റെ പ്രമാണം, അതൊക്കെ ഫീസ്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാം. അത് ആദ്യജാതനായ ആടായിരിക്കണം, അത് ഊനമില്ലാത്തതായിരിക്കണം, അത് ആണാടായിരിക്കണം, അതിന് യാതൊരു തരത്തിലുള്ള ഊനമോ ബലഹീനതകളോ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫീസ്റ്റുകളുടെ പറയുമ്പോൾ 10ാം തീയതി തൊട്ട് 14ാം തീയതി വരെ നിങ്ങളുടെ വീടുകളിൽ അത് കാണണം. എന്തുവാ? ആ 4 ദിവസം, 10ാം തീയതി തൊട്ട് 14ാം തീയതി പറഞ്ഞാൽ 4 ദിവസം നിങ്ങളുടെ വീട്ടിൽ കാണണം. 14ാം തീയതി സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. പെസഹാട് പ്രമാണമൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാമോ? 430 സംവത്സരം കഴിയുന്ന എക്സാക്ട്ലി അന്നാ ഈ പെസഹായി നടക്കുന്നത്. 430 സംവത്സരം. പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 15ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് 400 ആണല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ 430 വന്നു എന്നൊക്കെയുള്ളത്. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ തുടക്ക സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്ന് വരാം. 430 സംവത്സരം കഴിയുന്ന പുറപ്പാട് 12ന്റെ 40 41 വാക്യം കിടപ്പുണ്ട്. പക്ഷെ 430 സംവത്സരം കഴിയുമ്പോൾ ഞാനൊരു സ്പിരിച്വൽ മിസ്റ്ററിയും കൂടെ അവിടെ കാണിക്കട്ടെ. ഈ ഈജിപ്ഷ്യൻസ് അന്ന് വരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് സോളാർ കലണ്ടർ. ഈജിപ്ഷ്യൻസ്, ദൈവം ഇസ്രയേൽ മക്കളെ അവിടുന്ന് സോളാറിൽ നിന്നുകൊണ്ട് ലൂണാറിലോട്ട് കൊണ്ടുവരിക.
മൂണിന്റെ കലണ്ടറിലോട്ട് കൊണ്ടുവരിക. അപ്പൊ ഈ പെസഹ കുഞ്ഞാടാണ് കലണ്ടർ ചേഞ്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ പെസഹ കുഞ്ഞാടിന്റെ ഇതിലാണ് കലണ്ടർ ചേഞ്ച് ആകുന്നത്. 430 സംവത്സരം അവസാനിക്കുന്നത് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അകത്താണ്. 430 അന്ന് രാത്രി തന്നെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി, അവര് വിടുതലാകുന്നതെല്ലാം. പക്ഷെ ഇതുപോലെ തന്നെ ഒരു 430 എവിടെ കാണാമെന്നറിയാമോ? ഇപ്പൊ പാസ്റ്റർ പറഞ്ഞ ഇന്റർ ടെസ്റ്റിമെന്റൽ പീരീഡിൽ കാണാം. ഇന്റർ ടെസ്റ്റിമെന്റ് 400 സംവത്സരം ആ മലാക്കിയുടെ കാലഘട്ടം. പക്ഷെ യേശു കർത്താവിന്റെ മരണം നടക്കുമ്പോഴത്തേക്കിന് 430 വരുന്നത്, ഏകദേശം 430 വരുന്നു. പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട്, യേശുവിന്റെ നിഴലായി ചിത്രീകരിച്ചിരുന്ന പെസഹ കുഞ്ഞാട് പഴയ നിയമത്തിൽ കലണ്ടർ മാറ്റി അടിമത്തത്തിൽ നിന്ന് പുറത്തെടുത്തു എന്നുള്ളത് പോലെ അവിടെയും ഒരു 430 കാണാം. എന്തുവാണ് ഈ 4 എന്ന് പറയുന്ന കണക്ക്? കർത്താവ് തന്നെ പറയുന്നതാണല്ലോ. മോശയ്ക്ക് 10-ാം തീയതി കയറ്റി വീട്ടിൽ ആടിനെ കെട്ടാൻ പറയുന്നത് മോശയോട് ദൈവം തന്നെ പറയുന്നത്. പഴയ നിയമത്തിന് ദൈവം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം 4000 വർഷമാണ്. ആ 4000 വർഷത്തെ 4 ദിവസമായി ചിത്രീകരിക്കുന്നു. എന്ന് വെച്ചാൽ 4 ദിവസം നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു കുഞ്ഞാടിന്റെ ചിത്രീകരണം യഥാർത്ഥ കുഞ്ഞാടായവൻ വന്ന് 4000 വർഷം കഴിയുമ്പോൾ അറുക്കപ്പെടും. യഥാർത്ഥ കുഞ്ഞാടായവൻ അറുക്കപ്പെടണമെന്നുള്ളതിന്റെ കാണിക്കുന്നതിന്റെ ഒരു ചിത്രീകരണമാണ്. 4000 വർഷത്തിന്റെ ചിത്രീകരണമാണ് 4 ദിവസം ആടിനെ കയറ്റി വീട്ടിൽ കെട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. 2, അവിടെ ആടിനെ അറുക്കുമ്പോൾ ഒരു 430 ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ 430 ഉണ്ട്. പുതിയ നിയമത്തിലും 430 ആ ഇന്റർ ടെസ്റ്റിമെന്റൽ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് 430 വരും. പാസ്റ്ററെ, ഇതിനകത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു ആശയം ഞാൻ പറയുക കേട്ടോ. ഈ വേദപുസ്തകത്തിൽ ഈ തലമുറ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു തലമുറ എത്ര വർഷമാണെന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ചിലർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മത്തായി സുവിശേഷത്തിലൊക്കെ ആ ഒരു വംശാവലി വെച്ചിട്ട് ആ കാലഘട്ടത്തെ ആ എണ്ണം കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത്ര വർഷം ഒരു തലമുറ എന്ന് പറയുന്നത്. പിന്നെ ചിലർ പല പല മെത്തേഡ്സ് ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. യേശു കർത്താവിൻ്റെ ഏജ് പറയുന്നവരുണ്ട്, 40 വർഷമാണ് ഒരു തലമുറ എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. തലമുറയെക്കുറിച്ച് എനിക്ക് കിട്ടിയൊരു കൺസെപ്റ്റ് അല്പം വ്യത്യസ്തമാണ്. ഒരു പുരുഷായുസ് ഒരു തലമുറയാണ്, 80 വർഷം ഒരു തലമുറയാണെന്നൊരു ചിന്ത എനിക്കുണ്ട്. പക്ഷേ പാസ്റ്റർ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു മിന്നിയൊരു കാര്യം ഞാൻ പറയാം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു 4 തലമുറ എന്ന് പറഞ്ഞു. അതെ, ആ 4 തലമുറ ഏകദേശം ഒരു 400 ചില്ലുവാനും വർഷമാണ്. അപ്പോൾ ഈ 400 എന്ന് പറയുമ്പോൾ ആ 4 തലമുറയുടെ ഒരു റിപ്പീറ്റേഷൻ ആണോ എന്ന് എനിക്കൊരു തോന്നൽ. കാരണം തലമുറയുടെ ഇനി ബിബ്ലിക്കൽ കാൽക്കുലേഷൻ 100 വർഷം എന്നാണോ എന്നൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിലങ്ങ് വന്നു കേട്ടോ. കാരണം 4 × 100 400 ആകുന്നു. ഞാൻ പാസ്റ്ററോട് കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതെ, ഇതൊരു ആശയം ഞാൻ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്. യെസ് പാസ്റ്ററെ, നമുക്ക് പരസ്പരം പഠിക്കാനും പാസ്റ്ററുടെ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. അത് ഒത്തിരി നല്ലതാ പാസ്റ്റർ. ദൈവമക്കൾ അതേ ഒരു മനോഭാവത്തിൽ ചോദിച്ചും പറഞ്ഞും പഠിക്കുന്നതും ഏറ്റവും ഉചിതമാണ് പാസ്റ്ററെ. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ഓരോ നോഹയുടെ കാലഘട്ടം വരെയുള്ള തലമുറയുടെ ഏജ് അല്ല നോഹയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട്. നോഹയുടെ കാലഘട്ടം വരെ 100 പറയാൻ പറ്റത്തില്ല. 100 വർഷമാണ് ഒരു കാലഘട്ടം എന്ന് പറയാൻ പറ്റത്തില്ല. അബ്രഹാമിന്റെ കാലഘട്ടം വരുമ്പോൾ 100 ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 100. പക്ഷേ മോശയുടെ കാലഘട്ടം വരുമ്പോൾ 40 വർഷം ഒരു തലമുറ എന്ന് പറഞ്ഞു, 40 വർഷം. പിന്നെ ജനറലി ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, കാരണം ആയുസ് ചുരുങ്ങി, മനുഷ്യന്റെ ആയുസ് ഒത്തിരി ചുരുങ്ങിയതുകൊണ്ട് ഇന്ന് ഒരു കാലഘട്ടം ഒരു ഏജ് എന്ന് വിളിക്കുന്നത് 30 വർഷമാണ്. 20 തൊട്ട് 30 വർഷമുള്ളൂ ഒരു തലമുറയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. കാരണം ഒരു 30 വയസ്സെത്തുമ്പോൾ മറ്റൊരു തലമുറ വന്നിരിക്കും. ഒരു തലമുറ, ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 30. ഇന്ന് മോശയുടെ കാലത്ത് ദൈവം പറയുന്നുണ്ട്, ഈ തലമുറ നിങ്ങളിൽ ഒരാൾ പോലും ഇക്കരെ കയറത്തില്ല. അത് പറഞ്ഞേക്ക് 40 വർഷം അവിടെ ആ ഒരു തലമുറയുടെ ആയുസ് പോകുന്നിടം വരെ ഈ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി. അപ്പം ഈ നോഹയുടെ കാലഘട്ടത്തിന് മുമ്പുള്ള തലമുറയുടെ കണക്കുകളല്ല നോഹയുടെ കാലഘട്ടത്തിന് ശേഷം. അബ്രഹാമിന്റെ കാലഘട്ടം വരുമ്പോൾ 100 ആയിരുന്നു. പാസ്റ്ററെ, ഈ നോഹയുടെ ആ ഭാഗത്ത് മനുഷ്യന്റെ ആയുസിനെ 120 വർഷമായി നിജപ്പെടുത്തിയെന്ന ഒരു വാക്യമുണ്ട്. എന്നാൽ മോശ സങ്കീർത്തനങ്ങളിൽ പറയുന്നു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 എന്ന് പറയുന്നു.
അതെ അപ്പം അതെ അതെ വലിയൊരു വ്യത്യാസം അതിനകത്തുണ്ടാകുന്നുണ്ട്. എനിക്കൊരു ചിന്ത 80 എന്നൊരു ചിന്ത വരാൻ കാരണം ഈ മോശയെ പറഞ്ഞ ഒരു ആയുസ് വെച്ചുകൊണ്ടും എൻ്റെ ഒരു ചിന്ത, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, ഇത് സംഭവിക്കുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഈ തലമുറ എന്ന് പറയുമ്പോൾ അവിടെ 1 വയസ്സുള്ള കുട്ടി നിൽപ്പുണ്ട്, അവിടെ 50 വയസ്സുള്ള ആൾ നിൽപ്പുണ്ട്, 80 വയസ്സുള്ള ആൾ നിൽപ്പുണ്ട്, അതിൽ കൂടുതൽ ഏജുള്ള ആൾ നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, അവിടെ നിൽക്കുന്ന ക്രൗഡിൽ 1 വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ പോലും ആ വ്യക്തി മരിക്കുന്നിടം വരെ ഒരു തലമുറയാണ്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് ഇങ്ങനെയാണ്, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഭൂമിയിൽ ആരൊക്കെ ജീവിക്കുന്നു, ദേ ഓൾ ആർ റെപ്രസെൻറ്റിങ് ദ സെയിം ജനറേഷൻ. ഈ കാലഘട്ടം, ഈ തലമുറ എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൊച്ചു കുട്ടി മുതൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി വരെ ഈ കാലഘട്ടത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ അത് ഒരു വേറൊരു കൺസെപ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, വേദോസം പഠിക്കുമ്പോൾ പല രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതെ. പക്ഷേ ഈ 4 ദിവസം എന്നുള്ളത് 4000 വർഷത്തെ ചിത്രീകരിക്കുന്നതായിരുന്നു. അതുപോലെ 430 കാണാം. അതുപോലെ മറ്റൊരു കാര്യം കാണാം, പഴയ നിയമത്തിലെ ആട്ടുകൊറ്റൻ കലണ്ടർ ചേഞ്ച് ചെയ്തു, 2 അടിമത്തത്തിൽ നിന്ന് പുറത്തെടുത്തു. യഥാർത്ഥ കുഞ്ഞാടായ യേശു കർത്താവ് ഇവിടെ 430 കാണുക മാത്രമല്ല, 4000 വർഷത്തിന്റെ അന്ത്യം മാത്രമല്ല, ഇവിടെ കലണ്ടർ അല്ല ചേഞ്ച് ചെയ്ത്, ഇവിടെ ചരിത്രം ചേഞ്ച് ചെയ്തു. ഈ ആട്ടുകൊട്ട് അല്ലെങ്കിൽ പെസഹ കുഞ്ഞാടായ യേശു കർത്താവ് ചരിത്രം ചേഞ്ച് ചെയ്തു. ഇനി അടുത്തത് ഫറവോന്റെ അധികാരത്തിൽ നിന്നായിരുന്നു പഴയ നിയമത്തിലെ ആട്ടുകൊറ്റൻ വിടുവിക്കാൻ നമ്മളെ ഇസ്രായേൽ മക്കളെ പുറത്തെടുത്തതെങ്കിൽ, പുതിയ നിയമത്തിൽ യഥാർത്ഥ കുഞ്ഞാടായ നമ്മുടെ കർത്താവ് നമ്മളെ പുറത്തെടുത്തത് അന്ധകാരത്തിൽ നിന്ന്, സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ഇന്റർ ടെസ്റ്റിമെന്റൽ പീരീഡിൽ നമുക്ക് പഠിക്കാം. അവിടെ 4000 വർഷം വരുന്ന ഗ്യാപ്പ്, അത് പ്രൊഫറ്റിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 2 പാസ്റ്റർ പറഞ്ഞു, ഹെരോദാവിന്റെ ചരിത്രം പറഞ്ഞു. ഈ ഹെരോദാവിന്റെ ചരിത്രം പറയുന്നതും അവിടെയും കിടപ്പുണ്ട് ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് അവിടെയും കിടപ്പുണ്ട്. ഇസഹാക്കിന്റെ കയ്യിൽ നിന്നുകൊണ്ട് അനുഗ്രഹം യാക്കോബ് തട്ടിയെടുത്തു. ഏശാവിന് കിട്ടേണ്ട അനുഗ്രഹം തട്ടിയെടുത്ത് കഴിഞ്ഞ് ഏശാവ് വേട്ടയിറച്ചിയുമായിട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പ എനിക്ക് ഒരു അനുഗ്രഹവും ഇല്ലയോ, നീ വീഞ്ഞും സസ്യങ്ങളും ഫലവും എല്ലാം നീ യാക്കോബിന് കൊടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത്, കരയുന്ന സമയത്ത് ഇസഹാക്ക് ഏശാവിനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം ഇപ്രകാരമാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 39-40 വാക്യം. എന്നാറേ അവന്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത്, നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞ് കൂടാതെയും ഇരിക്കും. നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇവിടെ പറയുന്നത് കാണാം, വാളും കൊണ്ട് ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നീ വാളും കൊണ്ട് ഉപജീവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. യഥാർത്ഥത്തിൽ യേശു കർത്താവിന്റെ കാലഘട്ടങ്ങൾ, ഇപ്പം പറഞ്ഞ ഈ കാലഘട്ടം വരുമ്പോഴത്തേക്കിന് റോമൻ ഗവൺമെന്റിന് വേണ്ടി ജുഡിയ ഭരിച്ചുകൊണ്ടിരുന്നത് ഹെരോദാവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് യേശു കർത്താവിനെ കൊല്ലുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജനന സമയത്ത് കൊല്ലാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതും, യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി അവരുടെ ദേവാലയം പണിഞ്ഞു കൊടുത്തതും എല്ലാം ഈ പുള്ളിയെ. ഈ ആള് ഏത് വംശജനാണെന്നറിയാമോ? ഇദ്ദേഹം ഏദോമ്യ വംശജനാ. ഏദോം എന്ന് പറഞ്ഞ ആരുടെ ആളാ? ഏദോം എന്ന് പറഞ്ഞ ഏശാവിന്റെ വംശജനാ. നോക്കിയേ, യേശു കർത്താവിനെ കൊല്ലുവാൻ ആ തീരുമാനം, ആ വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ, ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ, പക്ഷെ ഈ ഒരു പ്രൊഫസി അവിടെ നിറവേറുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് പ്രവചിക്കുന്ന ഒരു പ്രവചനം അവിടെ നിറവേറുക. കാരണം നോക്കിയേ, ദൈവം കാലഘട്ടങ്ങൾ വരുമ്പോഴും എല്ലാം ഒരുമിച്ച് ദൈവം കണക്ട് ചെയ്യുക, എല്ലാ ഡോട്ടുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യുമായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്റർ ടെസ്റ്റിമെന്റൽ പീരീഡിൽ നിന്നുകൊണ്ട് നമുക്ക് അല്പം കൂടെ മുമ്പിലോട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇതിന്റെ പുറകിലത്തെ അനേക ചരിത്രങ്ങൾ പഠിക്കാനും പറയാനുമാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകും.
കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സിറിയയുടെ ചരിത്രം വരെ പറഞ്ഞു നിർത്തി. അസീരിയൻസ് ഒരു 10 ഗോത്രങ്ങളെ കൊണ്ടുപോയി. ബാബിലോണിയർ വന്ന് 2 ഗോത്രങ്ങളെ കൊണ്ടുവന്നു. ചേട്ടത്തിയെ അനിയത്തിയെ കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ. ചേട്ടത്തി എന്ന് പറഞ്ഞ ആരാ? ഇസ്രയേൽ. സഹോദരി എന്ന് പറഞ്ഞ ആരാ? ജുഡിയ അല്ലെങ്കിൽ യഹൂദയിലായിരുന്നു ദേവാലയം ഉള്ളത്. യെരുശലേമിലായിരുന്നു ദേവാലയം ഉണ്ടായിരുന്നത്. അവിടെ ബൈബിളിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഇതുപോലെ തന്നെയാ. ഇവർ ഈ സഹോദരിയെങ്കിലും, ചേട്ടത്തിക്ക് പറ്റിയത് കണ്ടിട്ട് സഹോദരിയെങ്കിലും മാനസാന്തരപ്പെടുമെന്ന് ഓർത്തു ദൈവം. പക്ഷെ പറ്റിയില്ല, രണ്ടും പോകേണ്ടി വന്നു. ഇനി ഇസ്രയേലിന്റെ ഭരണാധികാരിയായിട്ട് വന്ന 20 രാജാക്കന്മാരുണ്ട്. 20 രാജാക്കന്മാരും ദൈവത്തെ വെറുപ്പിച്ചു പാസ്റ്റർ. ഒരു രീതിയിൽ പോലും അവരൊന്ന് തിരിഞ്ഞ് ആരെങ്കിലും ഒരാള് തന്റെ ആയുഷ് കാലഘട്ടത്തിൽ, തന്റെ ഭരണകാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം അനുസരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ യഹൂദ അങ്ങനല്ലായിരുന്നു. അല്ലെങ്കിൽ ജുഡിയ സമരിയ എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളുള്ള സെപ്പറേറ്റ് ഉള്ള നോർത്തേൺ കിങ്ഡം, അവർക്കും ഉണ്ടായിരുന്ന 20 രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരിലുള്ള പലരും ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ പ്രമാണത്തോട് എവിടെയെങ്കിലുമൊക്കെ മടങ്ങി വരവ് കാണിക്കുകയും ദൈവപ്രമാണത്തോട് ബഹുമാനം കാണിക്കുകയും ചെയ്തു. ഇനി പക്ഷേ ഈ കാലഘട്ടം കഴിഞ്ഞു. ഹെരോദാവിന്റെ കാലഘട്ടങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കിന് ഹെരോദാവിനെ കുറിച്ച് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ഒരു കാര്യമുണ്ട്. ഹെരോദാവ് ഏകദേശം ഒരു 30 വർഷത്തോളം തന്റെ ഭരണം ഉണ്ടായിരുന്നു. BC-യും AD-യും അങ്ങനെ 2 കാലഘട്ടത്തിലും ഉള്ള ഒരു ഭരണമായിരുന്നു ഹെരോദാവിന്റെ ഭരണം. ഈ കാലഘട്ടം കഴിഞ്ഞു. യേശു കർത്താവിന്റെ ക്രൂശീകരണം നടന്നു. ഏകദേശം AD 30 എന്ന് പറയുന്നു, AD 33 എന്ന് പറയുന്നു. പോകട്ടെ, യേശു കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. യേശു കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. യെരുശലേമിനെയും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളോട് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുക. യേശു കർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് പീലാത്തോസിന്റെ കയ്യിൽ നിന്ന് അധികാരപത്രം മേടിച്ചെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന്. പീലാത്തോസ് അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും ടോപ്പ് നിയമസംഹിത, പീലാത്തോസിന്റെ റോമൻ ഗവൺമെന്റിന്റെ നിയമം പറഞ്ഞു, ഇവനിൽ ഒരു കുറ്റവും കാണാനില്ല. ഇവന് വേണ്ടി നിങ്ങൾക്ക് ഒരാളെ ക്രൂശിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ബറാബാസിനെ വിട്ടുതരാം, നിങ്ങൾ ബറാബാസിനെ കൊണ്ട് ക്രൂശിച്ചു അതാണെങ്കിൽ. പക്ഷെ ഇല്ല, ഈ പാപമില്ലാത്ത ഈ രക്തത്തെ തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവരാർപ്പിടുമ്പോൾ, പീലാത്തോസ് കൈ കഴുകുമ്പോൾ, നമുക്ക് ആ ചരിത്രങ്ങൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഓടിച്ചു പറയാം, യഹൂദന്മാരെ വിളിച്ചു പറഞ്ഞ എന്തോന്നറിയാമോ? ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും സന്തതികളുടെ മേലും വരട്ടെ. നോക്കിയേ, ഈ പാസ്റ്ററെ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അതേ തലമുറ യേശു കർത്താവിനെ ക്രൂശിക്ക എന്ന് ആർപ്പ് വിളിച്ച ആ തലമുറ, ഈ ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം ഒരു വേർഡ് കേൾക്കണം, അത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ തൊട്ട് ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം AD 70 തൊട്ട് അങ്ങ് വരാൻ തുടങ്ങി. AD 70 തൊട്ട് പാസ്റ്ററെ, പിന്നെ ശരിക്കും പറഞ്ഞാൽ 1948 അവർ രാജ്യമായെങ്കിൽ പോലും അവരുടെ രക്തച്ചൊരിച്ചിൽ ഇതുവരെ നിന്നിട്ടില്ല. കറക്റ്റ് ആണോ പാസ്റ്ററെ? അവരുടെ രക്തച്ചൊരിച്ചിൽ ഇന്നുവരെ നിന്നിട്ടില്ല. ആ രക്തം അവരുടെ മേലും അവരുടെ തലമുറകളിലും വന്നിട്ടിരിക്കുക. ഇനിയും ഇവർക്ക് എന്നൊരു വിടുതലുണ്ടെന്ന് ചോദിച്ചാൽ ഇവർ കുത്യവനിലേക്ക് നോക്കി, ആ കർത്താവിങ്കിലേക്ക് നോക്കി അവർ മാനസാന്തരപ്പെടുന്ന, നിലവിളിക്കുന്ന, കരയുന്ന ഒരു സമയം വരുമ്പോൾ മാത്രമേ ഇവരുടെ രക്തചൊരിച്ചിൽ മാറത്തുള്ളൂ. പക്ഷെ നമുക്ക് ചില ചരിത്രങ്ങളും കൂടി ഇതിനകത്തൂടെ കാണണം. AD 70 ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ കംപ്ലീറ്റ്ലി റോമൻ ഗവൺമെന്റുമായിട്ട് ഇവര് കയറി സംഘർഷത്തിലായി. റോമൻ ഗവൺമെന്റുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും പല കാലഘട്ടങ്ങളിൽ, യഥാർത്ഥത്തിൽ ഹെരോദാവ് വരുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ജുഡിയെ സമരിയെ യഹൂദയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാ. യഹൂദയെ കിങ്ഡം ആകുന്നത് നിമിത്തം ഇവരുടെ സ്വാതന്ത്ര്യം ഓവർ സ്വാതന്ത്ര്യമാകുകയും ഇവര് വല്ലാത്ത രീതിയിൽ റോമൻ ഗവൺമെന്റിന് നേരെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് ഹെരോദാവിനെ അവിടെ കൊണ്ടുവന്നാക്കുന്നത്. പക്ഷെ പിന്നീട് കാണുമ്പോഴും കാണാം ഇവർ പല പ്രാവശ്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഒരു വിഘടനവാദി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെ, ഇവർ പല വട്ടങ്ങളിൽ ഇവർക്ക്
ഒരിക്കലും റോമൻ ഗവൺമെന്റിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം റോമൻ ഗവൺമെന്റിന് വേണ്ടി ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരെ കണ്ടാൽ അവരെ വിളിക്കുന്ന അവരെ സംബോധന, ഇപ്പൊ ടാക്സ് കളക്ടേഴ്സ്, റോമൻ ഗവൺമെന്റിന് വേണ്ടി ടാക്സ് കളക്ട് ചെയ്യുന്നവരെ, പക്ഷെ ആ ടാക്സ് കളക്ടേഴ്സിനെയും അവരുടെ കൂടെ സംബോധന ചെയ്യുന്നത് നായികളെ ഒരുപോലെ, അല്ലെങ്കിൽ വേശ്യമാരെയും ഒരുപോലെ. ടാക്സ് കളക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അവരെ മറ്റുള്ള പേരിന്റെ കൂട്ടത്തിൽ കൂട്ടുന്ന നായ്ക്കൾ, അല്ലെങ്കിൽ ഈ വേശ്യമാർ, ഇങ്ങനെയൊക്കെയുള്ളവർ ഇതുപോലെ യഹൂദന്മാർക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇവൻ യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇത് ഉണ്ടായിരുന്നു. യേശു കർത്താവ് രാജ്യം യഥാസ്ഥാനത്താക്കാൻ പോകുന്നെന്ന് പറയുന്ന സമയത്ത് ദൈവരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. അന്നേരം നമ്മുടെ പത്രോസ് ചാടിക്കറി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങ് ഈ കാലത്താണോ രാജ്യം യഥാസ്ഥാനത്താകാൻ പോകുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോമൻ ഗവൺമെന്റിന്റെ പിടിയിൽ നിന്ന് ഇവരുടെ ഉള്ളിലെല്ലാം ഇത് കിടക്കുക. ഇവര് അവരോട് കോൺഫ്ലിക്റ്റ് ചെയ്യുകയും മൊത്തം അവർ തകർത്ത് കളയുകയും ചെയ്തു. റോമൻ ഗവൺമെന്റ് യഹൂദന്മാരുടെ, അല്ലെങ്കിൽ ആ ദേവാലയം ഉൾപ്പെടെ, സെരുബാബേൽ പണിത ദേവാലയം, ഹെരോദാവ് പുതുക്കി പണിത ദേവാലയം, അത് ഉൾപ്പെടെ മൊത്തം ഇവർ തകർത്തു. ഇവരുടെ രണ്ടാമത്തെ ദേവാലയം മൊത്തം തകർത്ത്. പക്ഷെ പിന്നീട് ഇവര് ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കും ഇവര് ചിതറി പോകേണ്ടിയ, ശരിക്കും പറഞ്ഞ ഒരു ഗതികേട് വന്നു. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്ന് പറഞ്ഞ ഒരു വാക്ക. ഇവര് പോയിടത്തു പോലും ഇവരുടെ രക്തച്ചൊരിച്ചിൽ നിന്നിട്ടില്ല. പിന്നീട് ഇവർക്കൊരു സമാധാനം വരുന്നെന്നുള്ളത്, ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം, പശുവിന്റെ കണ്ടിന്യൂ ചെയ്ത പക്ഷേ സമാധാനം വരുന്നു, അല്ലെങ്കിൽ ഇവർക്കൊരു ഒരു 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 രാജ്യമായിട്ട് ഇവർ തീരുന്നത്. ആ രാജ്യത്തിന്റെ മൂവ്മെന്റിലേക്ക് നമുക്ക് വരാം. ഇതെന്ന് തൊട്ടാ രാജ്യത്തിന്റെ മൂവ്മെന്റ് തുടങ്ങുന്നതെന്ന് നമുക്കൊന്ന് പറയാം. 1897 തൊട്ടാണ് ഇവരുടെ സയോണിസം മൂവ്മെന്റ് തുടങ്ങുന്നത്. അവരുടെ സയോണിസം മൂവ്മെന്റിന്റെ, അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പിതാവ് എന്ന് പറയുന്നത് തിയോഡർ എസ്റൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലോട്ട് പറയാം. 1948 പക്ഷെ ഒരു കണക്ക് കൂടെ ഞാൻ 1948 ഒന്ന് കാണിച്ചിട്ട് പാസ്റ്റർ ഒന്ന് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പുതിയ നിയമത്തിനകത്ത്, അല്ലെങ്കിൽ AD നോ ഡൊമിനി എന്ന് പറയുന്നതിനകത്ത് 1948 ഇസ്രയേൽ രാജ്യമാകുന്നത്. നമ്മൾ BC പഠിക്കുമ്പോൾ പുറകിലോട്ടാണ് പഠിക്കുന്നത്. നമുക്കൊരു പക്ഷെ പലർക്കും ആ കണക്ക് തെറ്റും. നമുക്ക് എളുപ്പത്തിൽ നമുക്കൊന്ന് നോക്കാം. ആദം തൊട്ട് ഏകദേശം 1948 വരുമ്പോഴാ അബ്രഹാമിന്റെ ജനനവും അബ്രഹാമിന്റെ ആ ഒരു അബ്രഹാം ഇറങ്ങിത്തിരിക്കുന്നതും കാണുന്നത് 1948. ആദം തൊട്ട് ഏകദേശം 2000 വർഷം എത്തുമ്പോൾ, 2000 വർഷം എത്തുന്നതിന് മുമ്പെയാണ് അബ്രഹാമിന്റെ ജനനം. നോക്കിയ ഫസ്റ്റ് എക്സാക്ട്ലി പുതിയ നിയമം വരുമ്പോഴും 1948. ഇവിടെ 48 നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല പഴയ നിയമത്തിൽ, BC-യിൽ. പക്ഷേ ഏകദേശം ചരിത്രകാരന്മാർ പറയുന്നു അബ്രഹാമിന്റെ ജനനം വരുമ്പോഴത്തേന് 1948. പുതിയ നിയമത്തിൽ നോക്കി 1948 അതിന്റെ ഒരു സിംബോളിക്ക് നടക്കുന്നു. ഇസ്രയേൽ രാജ്യമായി പുനഃസ്ഥാപിക്കപ്പെടുന്നു. AD 70 ചിതറിയ രാജ്യം. എങ്ങനെ അവര് പുനഃസ്ഥാപിക്കപ്പെട്ടത്, അതിന്റെ പിന്നിലുള്ള ചരിത്രങ്ങൾ എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഇനി പാസ്റ്റർ കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദൈവഹിതമാണെങ്കിൽ അതിലേക്കൊന്ന് വരാം. ഇവരുടെ ആ രക്തം സയനിസ്റ്റ് മൂവ്മെന്റും ഇസ്രായേലിന്റെ സ്ഥാപനവും ഒരു വലിയ ചരിത്രം. ആ ഭാഗം നമുക്ക് ഇന്ന് തൊടാൻ പറ്റത്തില്ല. ഇത്രയും പറയാം, ഈ ഒരു പുസ്തകമാണ് സത്യത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം മാറ്റിയതെന്ന് പറയാം. സയനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ അല്ലേ, അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. അപ്പം ഞാൻ ഒരു പുസ്തകത്തിന് എന്ത് വലിയ പവറുണ്ട്, മീഡിയയ്ക്ക് എന്ത് വലിയ പവറുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് സയനിസ്റ്റ് മൂവ്മെൻറ്റ് തുടക്കം ഇസ്രായേൽ എന്ന രാഷ്ട്രം സ്ഥാപിക്കട്ടെ. അത് ചരിത്രം നമുക്ക് പിന്നീട് കേൾക്കാം. പാസ്റ്റർ പറഞ്ഞു വന്നു ഈ AD 70 ദേവാലയം തകർത്തതിനെ കുറിച്ച് പറഞ്ഞു. ആ ഭാഗത്തേക്കൊന്ന് കയറിയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സെഷൻ ഇന്ന് നമുക്ക് വൈഡപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് ദേവാലയത്തെ അശുദ്ധമാക്കിയ കഥ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പാസ്റ്റർ, എല്ലാ കാലഘട്ടത്തിലും ഈ ദേവാലയത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നു. ഈ ദേവാലയം ഇല്ലാതാക്കണം. അത് നെബൂഖദ്നേസർ ചെയ്തു. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് അത് ശ്രമിച്ചു. ഹെരോദാവ് പണിത ദേവാലയം കണ്ടിട്ട് ഇതിൻ്റെ പണിയെക്കുറിച്ച് അവർ ആശ്ചര്യപ്പെട്ടത്. അങ്ങനെ ആശ്ചര്യപ്പെടുമ്പോഴാണ് യേശു കർത്താവ് പറയുന്നത് ഈ ദേവാലയം കല്ലിന്മേൽ സൃഷ്ടിക്കാതെ വണ്ണം ഇത് തകരും.
അത് യഹൂദന്മാർക്ക് വിശ്വസിക്കാനൊക്കാത്ത കാര്യമാണ്. കാരണം അതെ അതെ ആന പിടിച്ചാൽ മാറാത്ത കല്ലുകളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ AD 70 ടൈറ്റസ്, പിന്നീട് അദ്ദേഹം പിന്നെ റോമിൻ്റെ കൈസരായി മാറി. ആ ടൈറ്റസ് വന്നിട്ട് ഈ ദേവാലയം തകർക്കുമ്പോൾ ആരോ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഈ ദേവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോഴൊക്കെ ഒത്തിരി സ്വർണമൊക്കെ വെച്ചാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടൈറ്റസ് എന്ത് ചെയ്തെന്നാ, അദ്ദേഹം ആനയെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അടിസ്ഥാന കല്ലുകൾ വരെ ഇളക്കി മാറ്റിയെന്ന. കാരണം അകത്ത് സ്വർണം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ ഒരു പ്രോഫസി അക്ഷരപ്പെടുത്തി നിവർത്തിക്കപ്പെട്ടു. കല്ല് കല്ലിന്മേൽ തൊടാതെ വണ്ണം. കാരണം കല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കല് ചെറിയ ഇഷ്ടികയാണെന്ന്. വലിയ ടൺ കണക്കിന് വെയിറ്റുള്ള കല്ലിട്ടാണ് ഇതിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ഹ്യൂജ് സ്റ്റോൺസ് ആണ്. അതൊരു മനുഷ്യൻ പിടിച്ചാൽ ഒന്നും മാറത്തില്ല. അതാ യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. പക്ഷേ ടൈറ്റസിൻ്റെ കാലഘട്ടത്തിൽ ആനയെ കെട്ടിയ കലപ്പ കൊണ്ടുവന്ന് ഈ കല്ലുകൾ ഇളക്കി മറിച്ചെന്ന ചരിത്രം പറയുന്നത്. ഒറ്റ കാര്യം കൂടെ പറയാം. AD 70 ദേവാലയം തകരാനുള്ള ഒരു പ്രധാന കാരണം യേശുവിനെ ക്രൂശിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ മേൽ വരുന്ന സ്വാഭാവികമാകുന്ന വചനത്തിൻ്റെ ഒരു 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 ശിക്ഷാ നടപടികളുണ്ട്. അതോടൊപ്പം തന്നെ പാസ്റ്ററെ, ഒരു സമയത്ത് ഭൂമിയിൽ 2 ദേവാലയമില്ല. എക്സാക്ട്ലി പാസ്റ്ററെ. ഒരു സമയത്ത് ഭൂമിയിൽ 2 ദേവാലയമില്ല. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ ശേഷം ദേവാലയം എന്നുള്ളത് ആക്ഷരികമായി മനുഷ്യൻ്റെ കൈകൊണ്ടുള്ള ആലയത്തിൽ നിന്ന് മാറി. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നു, ഒരാത്മിക ഗ്രഹമായി പണിയപ്പെടുന്ന സഭ. അതെ. അപ്പം സഭയെന്ന ഒരു ആത്മീയ ഗ്രഹം, ഏത് ദേവാലയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദേവാലയം ഓൾറെഡി ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പം ഭൂമിയിൽ ദൈവം വസിക്കുന്ന ആത്മീക ഗ്രഹമാകുന്ന ദേവാലയം സഭ എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് മറ്റേ സാധനത്തിന് പ്രസക്തിയില്ല. പിന്നെ അതുകൊണ്ടാണ് പാസ്റ്റർ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഈ ആളുകളൊക്കെ പറയത്തില്ല ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു, റെഡ് ഹൈഫറിനെ ചുവന്ന കാളക്കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു, ഇപ്പം പണിയുന്നു. ഞാൻ എപ്പോഴും പറയും, ഇപ്പം പണിയത്തില്ല. എന്തുകൊണ്ട് പണിയത്തില്ല? ഒരു സമയത്ത് ഭൂമിയിൽ 2 ദേവാലയമില്ല. സഭയെന്ന ദേവാലയം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം യഹൂദൻ തലകുത്തി മറിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? ദേവാലയം പണിയത്തില്ല. ഈ അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് ദേവാലയത്തെ അശുദ്ധമാക്കിയെങ്കിൽ അത് പണ്ട് പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. ആ പ്രവചനത്തിൻ്റെ 1-ാം നിവർത്തീകരണമാണ് അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് സംഭവിച്ചത്. പന്നിയെ അറുത്തെന്നാണ് പറയുന്നത് ആലയത്തിന് വിശുദ്ധ സ്ഥലത്ത്. കാരണം മനഃപൂർവ്വം ആലയത്തെ അശുദ്ധമാക്കിയതാണ്. പക്ഷെ അതുകൊണ്ട് തീർന്നില്ല, ആ പ്രവചനത്തിൻ്റെ നിവൃത്തി തീർന്നില്ല. കാരണം യേശു കർത്താവ് അതേ പ്രവചനം കോട്ട് ചെയ്യുവാനിടയായി തീർന്നു. യേശു കർത്താവ് അതേ പ്രവചനം കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇതിനിയും സംഭവിക്കും. അതിൻ്റെ ഒരു ആവർത്തനമാണ് ടൈറ്റസിൻ്റെ കാലത്ത് പിന്നെയും ദേവാലയം തകർക്കപ്പെട്ടത്. പക്ഷെ അതുകൊണ്ടും തീർന്നില്ല. ഇനിയും ആൻറ്റി ക്രൈസ്റ്റിൻ്റെ കാലത്ത് പിന്നെയും ശൂന്യമാക്കുന്നത് മ്ലേച്ഛത അന്ന് പണിയുന്ന ടെമ്പിളിൽ നിൽക്കും. അപ്പോൾ ഒരു ടെമ്പിൾ പണിയും. അത് നമ്മൾ മനസ്സിലാക്കണം. സഭ എന്ന ദേവാലയം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? യഹൂദൻ പ്രത്യാശിക്കുന്ന അവൻ്റെ ടെമ്പിളിനെയും പണിയാനൊക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് പാസ്റ്ററെ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പിന്നെയും തുടരാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.